എനിക്ക് സ്നേഹം പകുതിയിൽ പോകുന്നതിലല്ല പരാതി, ഒട്ടും കിട്ടാതെ വരുമ്പോഴാ. ഞാനൊരു പെണ്ണല്ലേ അമ്മ, എല്ലാവരും പോലെ ജീവിക്കണമെന്ന് എനിക്കൊരു കൊതി ഉണ്ടാവില്ലേ? ഇതിപ്പോ ഞാനിവിടെ എന്റെ കഥയുടെ 2ാം ഭാഗം കേൾക്കുന്ന അവസ്ഥയായി പോയല്ലോ മോളെ. ഇല്ല ചേച്ചി, ഇനി ഒരു ശാരദ നമ്മുടെ കുടുംബത്തിൽ വേണ്ട. രാജീവ് സാറിനോട് ഞാൻ സംസാരിക്കാം. അങ്ങനെ ആർക്കും എഴുതി തള്ളാൻ ഞാൻ എന്റെ കൂടെ പിറപ്പുകളെ വിട്ടുകൊടുക്കില്ല. അമ്മയെ ഉപേക്ഷിച്ച് അച്ഛൻ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുമ്പോ ഇങ്ങനെ ഒപ്പം നിൽക്കാൻ അമ്മയ്ക്ക് കൈത്താങ്ങില്ലായിരുന്നു. പക്ഷേ സ്ഥിതി ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഏത് വഴിക്ക് നീങ്ങാനുള്ള അധികാരവും അവസരവും നമുക്കുണ്ട്. അത് ഞാൻ നല്ല രീതിയിൽ ഉപയോഗിക്കുക തന്നെ ചെയ്യും. രാജീവ് സാറിനെ ഓർത്ത് ഇനി എന്റെ ചേച്ചി കണ്ണുനീരിനെ ആശ്രയിക്കേണ്ടി വരില്ല. ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കിയിരിക്കും. മോളെ, ഈ സമയത്ത് അധികം സങ്കടപ്പെടരുത്. അത് കുഞ്ഞിനെ നന്നായി ബാധിക്കും. ശാരദയ്ക്കും മക്കൾക്കും സങ്കടം മാത്രം മതി എന്ന് ഈശ്വരന്മാരെല്ലാരും കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും മോളെ? സഹിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഭർത്താവില്ലാത്ത കുട്ടിയും കൊണ്ട് എന്റെ മോൾ ഇവിടെ ഹോട്ടൽ പണിയെടുത്ത് ജീവിക്കേണ്ടി വരൂ എന്റെ ദേവി.